യൗവനക്കാരായ 2 കുഞ്ഞുങ്ങൾ ഒരു ബിസിനസ് തുടങ്ങുവാനായിട്ട് ആഗ്രഹിക്കുകയും അതിനായിട്ട് പരിശ്രമിക്കുകയും ചെയ്തു. സാമ്പത്തികമായി ചില പ്രശ്നങ്ങൾ അവരുടെ മുൻപിലുണ്ടായിരുന്നത് കൊണ്ട് KSFയിൽ നിന്ന് ഒരു വലിയ തുക ലോൺ എടുക്കുവാനിടയായി. അപ്പോൾ ഈ സഹോദരി പറഞ്ഞത് അവരുടെ ചർച്ചിലുള്ള മറ്റൊരു സഹോദരനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ യൗവനക്കാർ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങളൊരു ബിസിനസ് ആരംഭിക്കാൻ പോകുന്നു, ഞങ്ങൾക്കൊന്ന് ജാമ്യം നിൽക്കാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്താ തീർച്ചയായിട്ടും ചെയ്യാം, നിങ്ങൾക്ക് ഒരു നന്മയുണ്ടാകുന്ന കാര്യമാണല്ലോ, ഞാനതിന് ചെയ്യാമെന്ന് പറഞ്ഞ് എൻ്റെ പ്രമാണമൊക്കെ കൊടുത്ത് തിരുവനന്തപുരത്തുള്ള ഒരു KSFയുടെ ബ്രാഞ്ചിൽ നിന്ന് ഏതാണ്ട് 50 ലക്ഷത്തോളം രൂപ ലോൺ എടുക്കുവാനിടയായി. ആ ബിസിനസ് തുടങ്ങി. ഈ ചർച്ചിലുള്ളവരാണ്, നല്ല പരമാർത്ഥികളായ 2 സഹോദരന്മാരാണ്. പക്ഷേ ബിസിനസ്സൊക്കെ തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ഈ കോവിഡിൻ്റെ പ്രതിസന്ധി ഉണ്ടായത്. ആ ബിസിനസ് അങ്ങ് തകർന്ന് തരിപ്പണമായിപ്പോയി. ഈ വലിയ തുക മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ ചുമലിലായി. എന്നിട്ട് ഈ പ്രതിസന്ധി അതിൻ്റെ രൂക്ഷമായി വന്നപ്പോൾ ഈ സഹോദരൻ ബിസിനസ് തുടങ്ങിയ സഹോദരന്മാരുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ പ്രാണൻ ഒരു കേടും വരുത്തരുത്, ഇതിൻ്റെ മുഴുവൻ ഭാരവും ഞാൻ എടുത്തോളാം, നിങ്ങൾക്കൊരു കേടും വരുത്തരുത്, നമുക്ക് നിത്യതയിൽ ഒരുമിച്ച് കാണണം, അതുകൊണ്ട് നിങ്ങൾ ഈ ഭാരം ഓർത്ത് വ്യാകുലപ്പെടുകയോ ടെൻഷൻ എടുക്കുകയോ ഒന്നും ചെയ്യരുത്, ദൈവം അതിനുള്ള വഴികളൊക്കെ തുറന്നു തരുമെന്ന് പറഞ്ഞു. ഇദ്ദേഹം തൻ്റെ ജീവിതമൊക്കെ വേറൊരു ശൈലിയിലേക്ക് കൊണ്ടുപോയി. കാരണം എങ്ങനെങ്കിലും തനിക്ക് ഈ കടം വീട്ടിയിട്ട് തൻ്റെ പ്രമാണം തിരിച്ചെടുക്കണം. ആ സഹോദരി എന്നോട് പറഞ്ഞത്, റേഷൻ കടയിൽ നിന്ന് റേഷനരി വാങ്ങിച്ച് 2 ദിവസം കൂടുമ്പോൾ ഒരു കവർ തൈരുമൊക്കെ വാങ്ങിച്ച് ഉപജീവനം കഴിക്കാൻ തുടങ്ങി, കടം വീട്ടാൻ വേണ്ടി. അവസാനം ഈ വർഷം ആ 50 ലക്ഷം രൂപയുടെ കടം ഇദ്ദേഹം വീട്ടി തീർത്തു. ഞാൻ പറയാൻ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. സ്തോത്രം. ഈ കടം വീട്ടിയിട്ട് പ്രമാണം വാങ്ങാനായിട്ട് അദ്ദേഹം തിരുവനന്തപുരത്തുള്ള വഴുതക്കാടാണെന്ന് എനിക്ക് ഓർമ്മയില്ല, അവിടെയോ KSFയുടെ ബ്രാഞ്ചിൽ വന്നു. അപ്പോൾ ഈ ബ്രാഞ്ചിലുള്ള എല്ലാവർക്കും അറിയാം ഇദ്ദേഹം നിരപരാധിയാണ്, ഇദ്ദേഹം ജാമ്യം നിന്നതാണ്, ഇദ്ദേഹത്തിന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പം വന്നപ്പോൾ മാനേജരടക്കം അവിടുത്തെ സ്റ്റാഫ് മുഴുവൻ എഴുന്നേറ്റ് നിന്ന് ഇദ്ദേഹത്തെ സ്വീകരിച്ചു. എന്നിട്ട് അവർ ചോദിച്ചു, ഞങ്ങൾക്ക് വളരെ വിസ്മയമായിട്ട് തോന്നുന്നു, എന്താണ് നിങ്ങളെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചതെന്ന് ചോദിച്ചപ്പോൾ പുള്ളി തൻ്റെ ബാഗിൽ കരുതിയിരുന്ന തിരുവചനം എടുത്തിട്ട് എബ്രായ ലേഖനം തടവുകാരോട് സഹതാപം കാണിച്ചതല്ലാതെ സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചു. അങ്ങനെ ഒരു വാക്യമുണ്ടോ? നമ്മളൊന്നും ആ വാക്യം കാണുകയില്ല. സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാനും ഇതിൻ്റെ പിന്നിൽ നിൽക്കാനും കാരണമായത് ഈ വാക്യമാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, KSFയിലെ മുഴുവൻ പേരും ഉണ്ട് കേട്ടോ, സ്റ്റാഫ് എല്ലാം ഉണ്ട്. എന്നിട്ട് പറഞ്ഞു, ഞാൻ കൊണ്ട് നടക്കുന്ന, ഞാനിപ്പോൾ വായിച്ച ഈ ദൈവവചനം അത് വല്ലപ്പോഴും ഒക്കെ എടുത്ത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ വായിക്കാനുള്ളത് മാത്രമല്ല, വായിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനാണ്. അത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നതാണ്. അത് സഭായോഗത്തിന് വായിച്ച് തള്ളി അല്ലെങ്കിൽ അന്നേരത്തേക്ക് മാത്രമുള്ളതല്ല, അല്ലെങ്കിൽ കൂടിവരവുകൾക്ക് വരുമ്പോൾ വായിക്കാനുള്ളതല്ല, രോഗക്കിടക്കയിൽ കിടക്കുമ്പോൾ ആശ്വാസം പ്രാപിക്കാനുള്ളതല്ല. ഇതിനകത്തുള്ള മുഴുവൻ കാര്യങ്ങളും പാലിക്കാൻ ഒരു ദൈവവൈതൽ എന്ന നിലയിൽ ഞാൻ ബാധ്യസ്ഥനാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഈ ഭാരമുള്ള വിഷയൻ്റെ മുമ്പിൽ
അതിഭാരമായിട്ട് നിന്നപ്പോഴും സന്തോഷത്തോടെ ഞാൻ സഹിച്ചത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു വന്നതേ, നമ്മൾ എത്ര മെസ്സേജുകൾ കേട്ടത് വല്ലതും അപ്ലൈ ചെയ്തായിരുന്നെങ്കിൽ നമ്മൾക്ക് ഇന്ന് ആരായനെ. പ്രിയരെ, നല്ല മെസ്സേജ് ആയിരുന്നെന്നൊരു വാക്ക് പറഞ്ഞിട്ട് പോകാനല്ല വിളിച്ചത്. നമ്മുടെ ജീവിതത്തിൽ അതെങ്ങനെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നു എന്ന് ഒന്നുകൂടെ ആത്മപരിശോധന നടത്തുവാൻ ഈ ഉപവാസ പ്രാർത്ഥനയിൽ കേൾക്കുന്ന ദൈവവചനം കൊണ്ട് നമുക്കിടയാകണം. അതിനാ ഞാനിത് പ്രാരംഭത്തിൽ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഇത് മാത്രമല്ല, മുഴുവൻ വാക്യങ്ങളും വായിച്ച് ശോധന ചെയ്യണം. എൻ്റെ ആത്മീക നിലവാരം എങ്ങനെയുണ്ട്, ഞാൻ ഇതുമായിട്ട് എങ്ങനെയാ പൊരുത്തപ്പെട്ടു പോകുന്നത്, ഞാൻ ഈ വചനത്തോട് എത്രമാത്രം നീതി കാണിക്കുന്നു എന്നൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഒന്ന് ആത്മപരിശോധന നടത്തുവാനായിട്ട് ഇടയായിത്തീരണം. ഇല്ല എങ്കിൽ കേവലം പ്രഹസനമായി മാറും. ഇതൊക്കെ നമ്മെ കർത്താവിനോട് അനുരൂപരാക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അങ്ങനെ തൻ്റെ സാക്ഷ്യം അവിടെ വെളിപ്പെടുത്തിയിട്ട് വളരെ സന്തോഷത്തോടുകൂടി തൻ്റെ പ്രമാണമൊക്കെ വാങ്ങി താന് മടങ്ങി വരുവാൻ ഇടയായി തീർന്നു. അതിനേക്കാൾ വേറൊരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഒരു മാനസിക നില അല്പം മോശമായ ഒരാളാണ്. അത് വിവാഹം കഴിക്കുമ്പോഴേ ഉള്ളതാണ്. പക്ഷേ അപ്പം ഇതറിഞ്ഞുകൊണ്ടാണ് വിവാഹം കഴിച്ചത് ആ വീട്ടുകാർ. അവർ പറയാതെ ചെയ്തതാണ്. അപ്പം ചിലരൊക്കെ ചോദിച്ചു, അവർ കാണിച്ച തെറ്റല്ലേ, അപ്പം എന്താണ് പ്രതികരിക്കാൻ ഞാൻ ചോദിച്ചപ്പോൾ ആ സഹോദരിയുടെ പേര് പറഞ്ഞിട്ട് ഈ അച്ചായൻ പറയുക, ഈ വ്യക്തിയെ ഏൽപ്പിക്കാൻ എന്നെ മാത്രമേ കർത്താവ് കണ്ടുള്ളൂ. നമ്മളൊക്കെ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഈ അച്ചാൻ ആയിരുന്നോ എൻ്റെ അച്ചാനെന്നും, ഈ സഹോദരിയാണോ എൻ്റെ സഹോദരിയെന്നും ഒക്കെ ഇപ്പോഴും നമ്മൾ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുക. അബദ്ധം പറ്റിയതാണോ? ദൈവത്തിന് സ്തോത്രം. പക്ഷേ നമുക്ക് അബദ്ധം പറ്റിയാലും കർത്താവിന് അബദ്ധം പറ്റത്തില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകലിൽ ഞാൻ ഓർപ്പിച്ചത്, ആമേൻ, പ്രിയരെ, ഞാനിത് പറയുമ്പോൾ പ്രതിസ്ഥാനത്ത് നിന്നുകൊണ്ടാണ് പറയുന്നത്. ഒട്ടും അർഹത ഉള്ള ഒരാളല്ല ഞാനത് പറയാനൊന്നും. ആമേൻ, അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൽ ജയിച്ച അല്ലെങ്കിൽ വചനപ്രകാരം ജീവിക്കുന്ന ചിലരെക്കുറിച്ച് കേട്ടപ്പോൾ അതെൻ്റെ ഹൃദയത്തിൽ ഉളവാക്കിയ സന്തോഷം പങ്കുവെച്ചെന്നേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമ്മുടെ ആത്മീക വളർച്ച, അതിൻ്റെ ആ ഗ്രാഫ് എത്രമാത്രം ഉയർന്നിട്ടുണ്ടെന്ന് നമ്മളൊന്ന് ശോധന ചെയ്തിട്ടേ ഇവിടുന്ന് പോകാവൂ. സ്തോത്രം. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാനും കേൾക്കുന്ന വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാനും എല്ലാ മേഖലയിലും ഒരു വിജയകരമായ ക്രിസ്ത്യ ജീവിതം നയിപ്പാനായിട്ട് നമുക്ക് ഈ ദിവസങ്ങളിടയായി തീരണം. അതുകൊണ്ട് പരാതികളില്ലാതെ, കർത്താവ് അറിയാതെ എൻ്റെ തലയിലെ ഒരു മുടി പോലും അത് നമ്മൾ പറയും. പക്ഷേ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ പകച്ചു പോകുന്ന അനുഭവങ്ങൾ ഒത്തിരിയുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവുമായി അധികമായി അടുക്കുവാൻ ഏതെല്ലാം മേഖലകളിൽ ചെത്തി വെടിപ്പാക്കേണ്ട മേഖലകളുണ്ടോ അതെല്ലാം ഒന്ന് പരിശോധിച്ചിട്ട് ക്രമീകരണത്തിലേക്ക് വരുവാൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പൂർണ്ണമായി വിധേയപ്പെടുവാൻ, അനുസരിപ്പാൻ, കർത്താവിൻ്റെ ഇഷ്ടം തിരിച്ചറിയുവാൻ ഈ ദിവസങ്ങളിൽ ഇടയാകണം.